എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. മറ്റൊരു അനുഗ്രഹീതമായ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഇന്നത്തെ പകലിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യവും 19, 18 എന്നീ വാക്യങ്ങളും നമ്മുടെ ചിന്തകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിമർശനത്തിൻ്റെ ആഴങ്ങൾ ഇന്നും വർത്തമാനകാലത്തിലും നമുക്ക് അത് അനുഭവവേദ്യമായ ചില സത്യങ്ങളായതുകൊണ്ട് 20-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. വെളിപ്പാട് 2:20. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുയഥൈരയിലെ സഭയുടെ തിന്മയുടെ ഒരു വശമാണ് യോഹന്നാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. തുയഥൈരയിലെ പ്രശ്നം ഇസബേൽ എന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഈ ഇസബേൽ ആരാണ്? ചില നിഗമനങ്ങളാണ് അതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒന്ന്, ചില കയ്യെഴുത്ത് പ്രതികളിൽ നിന്റെ ഭാര്യയായ ഇസബേൽ എന്ന അർത്ഥം വരത്തക്ക വിധത്തിലുള്ള പ്രയോഗമുണ്ട്. സഭയുടെ ദൂതൻ ആ സഭയിലെ അധ്യക്ഷൻ ആണെന്നുള്ള വ്യാഖ്യാനം സ്വീകരിച്ചു. അപ്പോൾ അധ്യക്ഷൻ്റെ ഭാര്യയെ പറ്റിയാണ് പറയുന്നത് എന്ന അനുമാനത്തിൽ എത്തിയിട്ടുള്ള ചില വ്യാഖ്യാതാക്കളുണ്ട്. അതുകൊണ്ട് കുഴപ്പക്കാരിയായ ഒരു ഭാര്യ ആ സഭയിലെ അധ്യക്ഷന് ഉണ്ടായിരുന്നു എന്നും അത് ഒരു പക്ഷെങ്കിൽ രസകരമായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാകാം, തെളിവുകളൊന്നുമില്ല. ആദിമസഭയിൽ അങ്ങനെ ഒരു സാഹചര്യം ശക്തി ആർജിച്ചു എന്നും ദാർശനികനായ യോഹന്നാൻ ഇത്ര ശക്തിയായ ഭാഷയിൽ അതിനെ അപലപിക്കത്തക്കവണ്ണം പ്രശ്നം ഗൗരവമുള്ളതായി തീർന്നുവെന്നും കരുതാൻ നമുക്ക് പല വിധത്തിലും സാധിക്കില്ല. എന്നാൽ ചില അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തെ ഒരു കാര്യം, തുയഥൈരയിൽ സബാലെ എന്ന പ്രവാചകി ഉണ്ടായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഭാവിയെ ഗണിച്ച് പറയുന്ന ഒരാൾ. ഒരുപക്ഷെ അതൊരു യഹൂദ സ്ത്രീ ആയിരുന്നിരിക്കാം. അവർ യഹൂദ സഭയ്ക്ക് ദോഷം വരുത്തി വെച്ചുവെന്നും അങ്ങനെ അവർ മൂലം ക്രിസ്തു സഭയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈഷമ്യങ്ങളാണ് ഇവിടുത്തെ സൂചനയ്ക്ക് കാരണമെന്നും നിഗമനം നടത്തുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു ചിന്ത, ചിലർ ചിന്തിക്കുന്നത് ലുദിയായെ പറ്റിയാവാം എന്ന പരാമർശമാണ്. നമുക്കറിയാം, ഏഷ്യയിലെ ആദ്യത്തെ ക്രിസ്ത്യാനി ആണ് ലുദിയ. തുയഥൈരയിൽ നിന്നുള്ള രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയ എന്ന സ്ത്രീയെ ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ കണ്ടുമുട്ടി മതപരിവർത്തനം ചെയ്യിച്ചു എന്ന അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നു. ഈ ലുദിയ തുയഥൈരയിൽ തിരിച്ചു വന്ന് സഭയിൽ പ്രമാണിത്വം അഭിനയിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിനെ സൂചിപ്പിച്ചായിരിക്കാം പറയുന്നത് എന്ന മറ്റൊരഭിപ്രായം നിലവിലുണ്ട്. നാലാമത്തെ ഒരു അഭിപ്രായം, ഈ ഇപ്പോൾ നമ്മൾ കണ്ട അഭിപ്രായങ്ങൾക്കൊന്നും വ്യക്തമായ അടിസ്ഥാനങ്ങൾ കാണുന്നില്ല. ഈസബേൽ ആരാണെന്ന് തീർത്തു പറയാൻ സാധിക്കുന്നില്ല. അവൾ പ്രവാചകി എന്ന് സ്വയം അവകാശപ്പെട്ടു. സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കാൻ കൊരിന്ത്യ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ അനുശാസിക്കുന്നുണ്ട്. എങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചികമാർ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മിറിയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദബോറയെ കാണുന്നു.
രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഹുൽദ, പിന്നെ ലൂക്കോസ് സുവിശേഷത്തിൽ അന്ന, അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ ഫിലിപ്പോസിൻ്റെ 4 പുത്രിമാർ. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയും പ്രവചിക്കുകയൊക്കെ ചെയ്ത സ്ത്രീരത്നങ്ങളെക്കുറിച്ച് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ സ്ത്രീയുടെ സ്വഭാവമാണ്. പഴയ നിയമത്തിലെ ഇസബേൽ വളരെ തിന്മ ചെയ്തിട്ടുള്ള ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. അഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ തൻ്റെ പിതൃഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന ബാൽ വിഗ്രഹങ്ങളെ ആഹാബ് രാജാവും ജനങ്ങളും ആരാധിക്കുന്ന നിലയിലെത്തി. യഹോവയെ ആരാധിക്കുന്നതിന് വിരോധമില്ല, എന്നാൽ ബാലിനെ ആരാധിച്ചേ മതിയാവൂ. അതിന് വിസമ്മതിച്ച യഹോവയുടെ പ്രവാചകന്മാരെ ഇസബേൽ വാൾ കൊണ്ട് കൊല്ലിച്ചു. ബാലിൻ്റെ 50 പ്രവാചകന്മാരെ രാജകൊട്ടാരത്തിൽ തീറ്റിപ്പോറ്റി എന്ന് നമുക്കറിയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ അതിൻ്റെ ചരിത്രമുണ്ട്. നാബോത്തിനെ കൊല്ലിച്ചത് ഇസബേലായിരുന്നു. അങ്ങനെ ദുഷ്പേര് സമ്പാദിച്ച ഇസബേൽ ഈ സ്ത്രീയുടെ ദുഷ്ടമായ പ്രേരണ ശക്തി പോലെയുള്ള ദോഷൈക ശക്തികൾ തുയഥൈരയിലെ സഭയിൽ പ്രബലപ്പെട്ടുവെന്നു അതിനെ ഒരു അലങ്കാര രൂപത്തിൽ ദാർശനികനായ യോഹന്നാൻ പറയുന്നതായിരിക്കണം ഇസബേൽ എന്ന ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് സഭയുടെ ദോഷം വിവരിക്കുന്നത്. ഇസബേലിൻ്റെ ദുരുപദേശങ്ങൾ 2 തരത്തിലുണ്ടായിരുന്നു. പ്രധാനമായി 2 കാര്യങ്ങൾ. ഒന്ന്, പരസംഗത്തിന് വിശ്വാസികളെ പ്രേരിപ്പിച്ചു. രണ്ടാമത്തേത്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് ന്യായമാണെന്ന് പറഞ്ഞു. വിഗ്രഹാർപ്പിതം കൊരിന്തിയ സഭയ്ക്കും ഒരു പ്രശ്നമായിരുന്നു. വിഗ്രഹത്തിന് യാഗം കഴിച്ച മൃഗത്തിൻ്റെ മാംസം പുരോഹിതന്മാർ എടുത്ത ശേഷം ബാക്കി വന്നത് ആരാധകർ തിരികെ വാങ്ങി ക്ഷേത്രങ്ങളിൽ വിരുന്ന് നടത്തുക പതിവുണ്ടായിരുന്നു. മിക്കവാറും ഉത്സവങ്ങളെല്ലാം ക്ഷേത്രങ്ങളോട് ബന്ധിച്ചാണ് നടത്തിയിരുന്നത്. വിരുന്നിന് ക്ഷണക്കത്തയക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദേവൻ്റെ മേശയിൽ ഭക്ഷിപ്പാനായിരുന്നു ക്ഷണം. അല്ലാത്ത പക്ഷം വിഗ്രഹാർപ്പിത ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക പതിവുമായിരുന്നു. അങ്ങനെയുള്ള വിരുന്നുകളിൽ ക്രിസ്ത്യാനികൾക്ക് സംബന്ധിക്കാമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂതങ്ങൾ ഭക്ഷണത്തിൽ കൂടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന പ്രാചീന അന്ധവിശ്വാസത്തെ പൗലോസ് നിരാകരിക്കുന്നുണ്ട്. എങ്കിലും ബലഹീന മാനസരെ കരുതി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഇറച്ചിക്കടകളിൽ പോലും വിഗ്രഹാർപ്പിത മാംസം കണ്ടേക്കാം എന്നുള്ളതുകൊണ്ട് മാംസഭക്ഷണം തന്നെ വർജിക്കുന്നത് നല്ലതാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ഒരു മറുവശം നോക്കുമ്പോൾ ഇങ്ങനെ സാമൂഹ്യ രംഗങ്ങളിൽ നിന്ന് പാടെ ഒഴിഞ്ഞിരിക്കേണ്ടി വരുന്നത് ക്രിസ്ത്യാനികൾക്ക് വലിയൊരു പ്രശ്നമായി തീരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കണ്ട ചില കാര്യങ്ങൾ പോലെ പൊതു സംഘടനകളുടെ ചടങ്ങുകളിൽ നടത്തിയിരുന്ന പൊതുസദ്യകളിൽ സംബന്ധിക്കാൻ സാധിക്കാതെ ക്രിസ്ത്യാനികൾ ഒറ്റപ്പെട്ടുപോയി. ഇത് തൊഴിലിനെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിച്ചു. ഇസബേൽ ഗ്രൂപ്പുകൾ വാദിച്ചു. ഇപ്രകാരം സാമൂഹ്യ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന്, അതിൻ്റെ ഫലമായി ക്രിസ്തീയ മാനദണ്ഡങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ബലി കഴിപ്പാനും പലരും പ്രേരിതരാകുകയും ചെയ്തു. ക്രിസ്തുവിനെയും സഭയെയും അതിനേക്കാളൊക്കെ അധികം സ്വന്തം തൊഴിലിനെ സ്നേഹിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ അർത്ഥശൂന്യമാക്കി തീർക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു പക്ഷക്കാരും ഉണ്ടായി. പരസംഗം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊരു ആലങ്കാരിക പ്രയോഗമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ ലൈംഗിക പ്രവൃത്തിയല്ല, സത്യദൈവത്തോട് അവിശ്വാസം കാട്ടുന്നതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്.
ഇസ്രായേൽ അന്യദൈവങ്ങളുമായി പരസംഗം ചെയ്തു. അത് ഒരുപാട് ഭാഗത്തുണ്ട്. പുറപ്പാട് പുസ്തകം 34-ലും ആവർത്തനം 31-ലും സങ്കീർത്തനം 73-ലൊക്കെ നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തുവിനോട് അവിശ്വസ്തരായ തലമുറ തിന്മയും വ്യഭിചാരവും ഉള്ള തലമുറ എന്ന് വിശുദ്ധ മത്തായി 13-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ വ്യാഖ്യാന പ്രകാരം സത്യോപദേശം ത്യജിച്ച് ദുരുപദേശം സ്വീകരിക്കുന്നവരും യേശുക്രിസ്തുവിനെ ത്യജിച്ച് അവിശ്വസ്തരായി വിഗ്രഹങ്ങളെയും തൊഴിൽ സംഘടനകളെയും സാമൂഹിക ചടങ്ങുകളെയും സ്നേഹിക്കുന്നവരും വ്യഭിചാരവും പരസംഗവും ചെയ്യുന്നവരെ പോലെ ചിത്രീകരിക്കപ്പെടുന്നു. അത് വളരെ അപലപനീയമാണ്. ഇങ്ങനെയുള്ളവർക്ക് കൈസർ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയാനും ഒരിക്കലും മടിയുണ്ടാകില്ല. അപ്പോൾ കാലികമായ നമ്മുടെ ആത്മീയ പശ്ചാത്തലത്തിൽ ഇസബേൽ എന്ന ആ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം, അവരുടെ ദുരുപദേശം എത്രത്തോളമാണ് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നത്. ഏത് തിന്മയോടും കൂട്ടുകെട്ടുണ്ടാക്കാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തീയത കടന്നു പോകുന്നത്. എന്തെങ്കിലും ലഭിച്ചാൽ മതി, എന്തും നൽകാം എന്ന ഒരു നിലപാടിലേക്കൊക്കെ പലപ്പോഴും വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങൾ വളരെ ദോഷമുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ നിലപാടുകളെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തെയും വിട്ട് അല്പം മാറി നടന്ന് ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തിന്മ നമുക്കെതിരെ വലിയ ആയുധമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കൊണ്ട് ജാഗരൂകരായി നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള നാളുകളാക്കി ഈ നോമ്പിൻ്റെ നാളുകളിൽ വർത്തിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. അവിടുത്തെ കരുണയിൽ അടിയങ്ങൾ ആശ്രയിച്ച് തിരുസന്നിധിയിലേക്ക് വരുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും ഊർജവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി നൽകണമേ. കർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളും പ്രവൃത്തിയും നിലപാടുകളും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മത നൽകണമേ. തുയധൈര്യയിലെ സഭയ്ക്ക് വന്ന വിനാശങ്ങൾ ഇന്ന് ക്രിസ്തീയ വിഭാഗത്തിനും വിശ്വാസ സമൂഹത്തിനും വരാതെ ഇരുപ്പാൻ കർത്താവേ, അവിടുത്തെ കൃപ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലും യാത്രകളിലും ജോലി വേലകളിലും ഒക്കെ അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹിതം അറിയിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതു അനുഭവങ്ങളെ അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.